my children. Let us start our class. Now we are going to learn the remaining part of the lesson Any Woman, written by Catherine Tinal. എനിക്ക് തോന്നുന്നു നമുക്ക് പഠിക്കാനുള്ളത് അവസാനത്തെ 2 സ്റ്റാൻസുകളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ എങ്കിൽ തന്നെയും ഞാനിതാ ഒന്നുകൂടി പറയുകയാണ്. Any woman, I am the pillars of the house. Who is I refer to? ഇവിടെ ഐ എന്ന് പറഞ്ഞ ആരാണ്? Any woman. ചിലപ്പോൾ നമ്മൾ പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ സാധാരണ എല്ലാവരും എഴുതുന്ന ഒരു ക്വസ്റ്റ്യനുണ്ട്, ദ പോയറ്റ് എന്ന് എഴുതി കളയും. ദ പോയറ്റ് അല്ല, ദ മദർ എന്നോ അല്ലെങ്കിൽ എന്താണ് എനി വുമൺ. കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ ഹു ഈസ് ഐ റെഫർ ടു, എനി വുമൺ ആണ് ഇവിടെ ഉത്തരം. അപ്പോൾ വുമൺ ഇൻ ദ ഹൗസ്, ദ മദർ ഇൻ ദ ഹൗസ് ഈസ് ദ പില്ലേഴ്സ് ഓഫ് ദി ഹൗസ്. ഷീ ഈസ് ദ കീ സ്റ്റോൺ ഓഫ് ദി ആർച്ച്. ഇഫ് യു ടേക്ക് ഹർ എവേ, the roof and wall will fall down and destroy her completely. ഇതാണ് ഒന്നാമത്തെ അർത്ഥം. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ സ്ത്രീ എന്ന് പറഞ്ഞാൽ, അമ്മ എന്ന് പറഞ്ഞാൽ എന്താണ്, വീട്ടിലെ തൂണുകളാണ്. അത് എന്താണ് കീ സ്റ്റോൺ, അതായത് ആ കമാനത്തിലെ എന്താണ് മൂലക്കല്ലാണ്. അപ്പോൾ അമ്മയെ വീട്ടിൽ നിന്നും മാറ്റുകയാണെങ്കിൽ മേൽക്കൂരയും ചുവരും തകർന്നു വീഴും, അമ്മയും പൂർണ്ണമായും നശിക്കും എന്നുള്ളതാണ്. ഐ ആം ദ ഫയർ അപ്പോൺ ദ ഹാർത്ത്. ഞാനാണ് അടുപ്പിലെ തീയ്. അപ്പോൾ ദ ലൈറ്റ് ഓഫ് ദി ഗുഡ് സൺ, അപ്പോൾ എന്താണ് സൂര്യൻ്റെ നല്ല പ്രകാശമാണ് ഞാൻ. ഐ ആം ദ ഹീറ്റ് ദാറ്റ് വാംസ് ദ എർത്ത്. ഭൂമിക്ക് ചൂട് നൽകുന്നത് സൂര്യനാണ്. അപ്പോൾ അതാണ്. വിച്ച് എൽസ് were colder than a stone, അതായത് without a mother. The house will be colder than a stone. വീട് എന്തായി മാറും? തണുത്ത കല്ലിനേക്കാൾ, അല്ലെങ്കിൽ കല്ലിനേക്കാൾ തണുത്തതായി മാറുന്നു. കല്ലിനേക്കാൾ തണുത്തതായി മാറുന്നു എന്നുള്ളതാണ്. ഇതിനടുത്ത് പറയുന്നു, at me the children warm their hands. I am their light of love alive. Without me cold the hearthstone stands, nor could precious children thrive. ഇതാ പറയുന്നു, എന്താണ്? The children get warmth means ഊഷ്മളത from their mother's hands. She is the light of love alive. അതായത് എന്ത് ചെയ്യുന്ന, കുട്ടികൾക്ക് ചൂട് കിട്ടുന്നത് അമ്മയിൽ നിന്നുമാണ്, എന്നിൽ നിന്നുമാണെന്നാണ് പറയുന്നത്. എന്താണ്? ജീവൻ തുളുമ്പുന്ന സ്നേഹത്തിൻ്റെ പ്രകാശമാണ് അമ്മ. വിത്തൗട്ട് ദ മദർ ഇൻ ദ ഹൗസ്, വീട്ടിൽ അമ്മയില്ലെങ്കിൽ ഹാർത്ത് സ്റ്റോൺ വിൽ ബിക്കം കോൾഡ്. ഹാർത്ത് സ്റ്റോൺ എന്താണ്? തണുത്തതായി മാറുന്നു. സോ ദ പ്രീഷ്യസ് ചിൽഡ്രൻ വിൽ നോട്ട് ലിവ് പ്രോപ്പർലി. thrive means live or survive. ജീവിക്കുക അല്ലെങ്കിൽ അതിജീവിക്കുക. എന്താണ്? will not live properly. അമ്മ വീട്ടിലില്ലെങ്കിൽ കുട്ടികൾ ശരിയായി വളരുന്നില്ല എന്നാണ് പറയുന്നത്. അടുത്തത് നമ്മൾ പഠിച്ചതാണ്, I am the tist that holds together the children in its sacred ring. They are not of love, from whose close tether no lost child goes see wandering എന്നാ പറയുന്നത്. Then the mother holds the children. Mother is the thread. Twist means thread that holds the children together. അപ്പോൾ അമ്മ എന്ന് പറയുന്നത് ഒരു ചരടാണ്. അപ്പോൾ ആ ചരട് എന്താണ്? സ്നേഹമാകുന്ന ചരടാണ് അമ്മ. അങ്ങനെ പവിത്രമായ, സേക്രഡ് എന്ന് വെച്ചാൽ എന്താ? പവിത്രമായ, ഹോളിയായ, പവിത്രമായ ഒരു ചരടാണ് അമ്മ. അപ്പോൾ പവിത്രമായ സ്നേഹമാകുന്ന ചരടിൽ അമ്മ കുട്ടികളെ ഒരുമിച്ച് നിർത്തിയിരിക്കുന്നു. ദ നോട്ട് ഓഫ് ലവ്, നോട്ട് എന്ന് വെച്ചാൽ കെട്ടെന്നാണ്. നോട്ട് ഓഫ് ലവ്, ദ സ്ട്രിങ് ഈസ് വെരി സ്ട്രോങ്. ആ സ്ട്രിങ് എന്താണ്? വളരെ ശക്തമായ ഒന്നാണ്. സ്ട്രിങ് എന്ന് വെച്ചാൽ ശക്തമായ ഒന്നാണ്. അതായത്
ദ ചിൽഡ്രൻ ആർ ടൈഡ് ടുഗദർ. ചിൽഡ്രൻ ആർ ടൈഡ് ടുഗദർ വിത്ത് ദ നോട്ട് ഓഫ് ലവ്. ദ ചിൽഡ്രൻ ആർ ടൈഡ് ടുഗദർ. അത് കുട്ടികൾ എന്ത് ചെയ്യുന്നു? നന്നായിട്ട് ഇറുക്കി കെട്ടിയിരിക്കുകയാണ്. ഏതാണ്? ഈ സ്നേഹമാകുന്ന ചരട് കൊണ്ട്. സോ എന്താ പറയുന്നു? അതുകൊണ്ട് പറയാണ്, എന്താ പറയുന്നത്? ദെൻ നോ ലോസ്റ്റ് child goes a wandering. No lost child goes a wandering. They would not, the children would not like it to break the threads. The children would not like it to break the thread. അപ്പോൾ ഈ ത്രെഡിനെ, ഈ നൂലിനെ പൊട്ടിക്കുവാനായിട്ട് കുട്ടികൾ ആഗ്രഹിക്കുന്നില്ല. ആൻഡ് എന്താ പറയുന്നത്? ഗോ എവേ വാണ്ടറിങ്, അല്ലെങ്കിൽ ഗോ എവേ വാണ്ടറിങ്, ഗോ എവേ വാണ്ടറിങ്, അതായത് അലഞ്ഞു തിരിയുവാനായിട്ട്, ഈ അല്ലെങ്കിൽ അമ്മയുടെ സ്നേഹമാകുന്ന നൂല് പൊട്ടിച്ചെറിയുവാനായിട്ട് കുട്ടികൾ ആഗ്രഹിക്കുന്നില്ല, അലഞ്ഞു തിരിയുവാനും ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ദ നെക്സ്റ്റ് പാർട്ടിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുകയാണ്. I am the house from floor to roof. I am the house from floor to roof. I deck the walls, the board I spread. I spin the curtains, warp and woof, and shake the down to their beds. അപ്പോൾ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. I am the house. The mother is the house. അമ്മയാണ് വീട്. From floor to roof. അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രയോഗമാണ് ഫ്ലോർ ടു റൂഫ്. അതാ മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ താഴെ കൊടുക്കും. കമൻറ്റ് ഓൺ ദ എക്സ്പ്രഷൻ ഫ്രം ഫ്ലോർ ടു റൂഫ്. അറ്റംപ്റ്റ് എ കോയിൻ അനദർ എക്സ്പ്രഷൻ വിത്തൗട്ട് ചേഞ്ചിങ് ദ മീനിങ്. അർത്ഥം മാറാതെ വേറൊരു പ്രയോഗം കൂടി പറയുവാനായിട്ട് അല്ലെങ്കിൽ സൂചിപ്പിക്കുവാനായിട്ട് ആവശ്യപ്പെടുന്നതാണ്. ദ മദർ, അപ്പം എന്താണ്? ഫ്ലോർ ടു റൂഫ്. അതാ ഫ്ലോർ എന്ന് വെച്ചാൽ തറയാണ്, റൂഫ് മേൽക്കൂര. നമ്മളതിന് പറയുമല്ലോ ബിഗിനിങ്, അതായത് നമ്മൾ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു? അടി മുതൽ മുടി വരെ എന്ന് പറയുന്നുണ്ട്. അതായത് കാൽപാദം മുതൽ ഉച്ചം തല വരെ എന്ന് പറയുമല്ലോ. തുടക്കം മുതൽ അവസാനം വരെ, ഒടുക്കം മുതൽ, അല്ലെങ്കിൽ എന്താണ്? തുടക്കം മുതൽ ഒടുക്കം വരെ. അപ്പോൾ ഇങ്ങനെ പറയുന്ന പ്രയോഗങ്ങളാണ് ഇതിലുള്ളത്. ഇങ്ങനെ പറയുന്ന പ്രയോഗങ്ങൾ. അപ്പോൾ ഹെഡ് ഇറ്റ് ഫുഡ്സ്, മറ്റൊരു പ്രയോഗം നമ്മൾ എന്ത് പറയും? ഹെഡ് ഇറ്റ് ഫുഡ്സ്. അല്ലെങ്കിൽ എന്ത് പറയും? ബിഗിനിങ് ടു എൻഡ്. ബിഗിനിങ് ടു എൻഡ് അനദർ എക്സ്പ്രഷനാണ് ഞാൻ പറഞ്ഞത്. നോക്കുക. ദ മദർ ഇൻ ദ ഹൗസ് ഈസ് ഫ്ലോർ ടു റൂഫ്. അതായത് അമ്മ വീട്ടിൻ്റെ എല്ലാമെല്ലാമാണ് എന്നാണ്. അമ്മ വീട്ടിൻ്റെ എല്ലാമെല്ലാമാണ്. അതായത് എല്ലാമെല്ലാമാണ് അമ്മ എന്ന. The mother in the house is all in all. All in all in family. All in all in a family. ഒരു കുടുംബത്തിലെ എല്ലാമാണ് അമ്മ എന്നാണ്. The mother, a mother is the house in all in a all in all എന്നാണ്. Then I deck the walls. Deck means decorate. I deck the walls. The mother decorates the walls. വീടിനെ ഭംഗിയാക്കുന്നത്, അലങ്കരിക്കുന്നത് അമ്മയാണ്. അപ്പോൾ ദ മദർ ഡെക്കറേറ്റ്സ് ദ വാൾസ്. ഡെക്കറേറ്റ്, ഡെക്ക് മീൻസ് ഡെക്കറേഷൻ. ഡെക്കറേറ്റ് ചെയ്യുക, അലങ്കരിക്കുക. വീടിനെ ഭംഗിയായിട്ടിരിക്കുന്നത്, വീടിനെ ശുചിയായിട്ട് സൂചിപ്പിക്കുന്നത്, അല്ല ശുചിയായിട്ട് സൂക്ഷിക്കുന്നത്. അതുപോലെ തന്നെ വീടിനെ എന്ത് ചെയ്യുന്നു? വീടും പരിസരങ്ങളും വൃത്തിയാക്കുന്നത് അമ്മയാണെന്ന്. അത് തന്നെയാണ് മുകളിൽ പറഞ്ഞത് ഫ്ലോർ ടു റൂഫ്. എന്താണ്? ആ മദർ, ഈ മദർ ഇൻ എ ഹൗസ് ഈസ് ആൾ ഇൻ ഓൾ. മദർ ഈസ് ആൾ ഇൻ ഓൾ ഇൻ എ ഫാമിലി. അതാണ് അതിൻ്റെ അർത്ഥം എന്നാണ്. ദെൻ ഷീ ഡെക്കറേറ്റ്സ്. ഹി ഡെക്ക് മീൻസ് ഡെക്കറേറ്റ്. ഡെക്ക് മീൻസ് ഡെക്കറേറ്റ് ദ വാൾസ്. ചുവരിനെ എന്ത് ചെയ്യുന്നത്? അലങ്കരിക്കുന്നത്. അതായത് വീട്ടിനെ ശുചിയായി സൂക്ഷിക്കുന്നത് അമ്മയാണ്. ദെൻ എന്താ പറയുന്നു? ബോർഡ് ഐ സ്പ്രെഡ്. ബോർഡ് ഐ സ്പ്രെഡ്, അത് നമുക്ക് വളരെ അർത്ഥങ്ങളുള്ള ഒരു പ്രയോഗമാണ്. ദ മദർ എന്താണ്? സ്പ്രെഡ് ദ ബോർഡ്സ് എന്നാണ്. ബോർഡെന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ ഈ കവിതകൾ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ പല രീതിയിലേക്ക് പോകാറുണ്ട്.
അപ്പോൾ ഇതിൽ വിവിധതരം അർത്ഥങ്ങളിവിടെ വരാറുണ്ട്. ഓരോ കവിതയും ഞാൻ പറഞ്ഞിട്ടെന്ന് തോന്നുന്നു. ഓരോ കവിതയും ഓരോരുത്തർ വിമർശിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെന്ത് ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു അനലൈസ് ചെയ്യുമ്പോൾ അർത്ഥങ്ങൾക്ക് വ്യത്യാസം വരാറുണ്ട്. അപ്പോൾ ഇതിൽ പലതരത്തിലുള്ള 4 രീതിയിൽ അർത്ഥം പറയാം. ബോർഡ് ഐ സ്പ്രെഡ്. ബോർഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കാതറിൻ ഡിനാൻ ഈസ് നോട്ട് ആൻ ഇന്ത്യൻ, ഇന്ത്യക്കാരിയല്ല. ബട്ട് ഏത് രാജ്യക്കാരിയാണ്? അയർലൻഡുകാരിയാണ്. അയർലൻഡ് എവിടെയാ? ബ്രിട്ടൻ്റെ ഭാഗമല്ലേ? ബ്രിട്ടൻ്റെ ഭാഗമായ അയർലൻഡ്. അയർലൻഡിലെ അയർലൻഡ് അല്ലെങ്കിൽ അന്തരീക്ഷം എന്ന് പറയുമ്പോൾ മിക്കവാറും തണുത്ത അന്തരീക്ഷമാണ്. മിക്കവാറും എന്ത് ചെയ്യുന്നു 5 ഡിഗ്രിക്ക് താഴെ ഊഷ്മാവുള്ള പ്രദേശമാണെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ ഇതിൽ നമ്മളെന്ത് ചെയ്യുന്നു? അപ്പോൾ തണുപ്പാണ്. തണുപ്പിൽ നിന്നും സംരക്ഷണം നേടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? തറയിൽ ഇങ്ങനെ പലക വിരിക്കും. സിമെൻ്റൊക്കെ ഇട്ടതിന് ശേഷം തറയിൽ നിന്ന് തണുപ്പ് മുകളിലോട്ട് കയറാതിരിക്കാൻ വേണ്ടി നമ്മൾ തറയിൽ ഇങ്ങനെ പലക വിരിക്കാറുണ്ട്. അതിനെ ബോർഡെന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യുന്നു? വീടിനകത്ത് ചൂട് ലഭിക്കാൻ വേണ്ടി തറയിൽ ഇങ്ങനെ പലകൾ വിരിക്കുന്നതാണ് അമ്മ എന്നൊരു പ്രയോഗമുണ്ട്. പിന്നെ ഇതിൽ വേറൊരു അർത്ഥം കൂടി പറയുന്നത് ബോർഡെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നതാണ് ടേബിള്. ഡൈനിങ് ടേബിളിനെയും നമ്മൾ ബോർഡെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് മദർ ഗെറ്റ്സ് ദ ടേബിൾ റെഡി ഫോർ ഡിന്നർ എന്ന് ഓർത്ത് കൊടുക്കാം. അപ്പോൾ ആഹാരത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഈ ടേബിളിൻ്റെ പുറത്ത് എല്ലാം റെഡിയാക്കി വയ്ക്കുന്നത് അമ്മയാണ് എന്ന അർത്ഥവും എടുക്കാവുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു രണ്ടാമത് പറഞ്ഞതായിരിക്കും ഏറ്റവും കൂടുതൽ കറക്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഷീ ഗെറ്റ്സ് ദ ടേബിൾ റെഡി ഫോർ ഡിന്നർ. ദ മദർ ഗെറ്റ്സ് ദ ടേബിൾ ഫോർ റെഡി, അല്ലെങ്കിൽ ടേബിൾ റെഡി ഫോർ ഡിന്നറിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ആ മേശയെല്ലാം കറക്റ്റാക്കി വയ്ക്കുന്ന അമ്മയാണെന്ന്. അപ്പോൾ അങ്ങനെ അർത്ഥം എടുക്കുക. എന്താണ്? ദ മദർ ഈസ് ദ ഹൗസ് ഫ്രം ഫ്ലോർ ടു റൂഫ്. ദ മദർ ഈസ് ദ ഹൗസ് ഫ്രം, ഷീ ഈസ് ദ ഹൗസ് ഫ്രം ഫ്ലോർ ടു റൂഫ്. വാട്ട് ഈസ് മീൻ ബൈ, വാട്ട് ഡസ് ദ എക്സ്പ്രഷൻ ഫ്ലോർ ടു റൂഫ് മീൻ? മദർ ഈസ് ആൾ ഇൻ ആൾ ഇൻ എ ഫാമിലി. ദെൻ അനദർ എക്സ്പ്രഷൻ എന്താ പറഞ്ഞത്? ഹെഡ് ടു ഫുഡ് എന്ന് പറയാം, ബിഗിനിങ് ടു എൻഡ് എന്ന് പറയാം, ഇങ്ങനെയൊക്കെയുള്ളത് പറയാം. അപ്പം എന്താണ്? മദർ ഡെക്കറേറ്റ്സ് ദ വാൾസ് ആൻഡ് ഗെറ്റ്സ് ദ ടേബിൾ റെഡി ഫോർ ഡിന്നർ. ആഹാരത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ടേബിളെല്ലാം റെഡിയാക്കിയിടുന്നതും അമ്മയാണ്. ദെൻ നെക്സ്റ്റ് പറയുകയാണ് ഐ സ്പിൻ ദ കർട്ടൻസ്. സ്പിൻ എന്ന് വെച്ചാൽ നോക്കുക എന്നാണ്. സ്പിൻ നെയ്യുക എന്ന് വേണം എടുക്കാം. വീവ് എന്നാണ് മനസ്സിലല്ലോ. ഐ സ്പിൻ ദ കർട്ടൻസ് വാർപ്പ് ആൻഡ് ഊഫ്. നല്ലൊരു പ്രയോഗമാണ് വാർപ്പ് ആൻഡ് ഊഫ്. ഊടും പാവും നമ്മൾ സാധാരണയായി ആലങ്കാരികമായി ഉപയോഗിക്കുന്ന ഷീസ് ദ, ദെൻ കാതറിൻ ടൈൻ ഈസ് ദ വാർപ്പ് ആൻഡ് ഊഫ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ഊടും പാവുമാണ് കാതറിൻ ഡിനാൻ എന്ന് പറയുന്നതിൽ തെറ്റില്ല. ഊടും പാവും, അതായത് നെയ്ത്തുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പ്രയോഗമാണ് ഊടും പാവും. അതായത് ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും എന്ന് പറയും. അതായത് ലെന്ത് വൈസും ബർത്ത് വൈസും എന്ന് പറയും. മനസ്സിലായല്ലോ? അപ്പോൾ ഹൊറിസോണ്ടലും പാരലുമായ ലൈൻ നമ്മുടെ തുണികൾ നെയ്യുന്നത്. അപ്പോൾ സമാന്തരമായ നൂലുകളുണ്ട്, അതിന് ക്രോസായി വരുന്ന നൂലുകളുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താ പറയുന്നു? ഷീ സ്പിൻസ് ദ കർട്ടൻസ്. അപ്പോൾ കർട്ടൻസ് അറിയാമല്ലോ, നമ്മൾ എന്ത് ചെയ്യുന്നു? കർട്ടൻ തൂക്കാനായിട്ട് കർട്ടൻ എന്ത് ചെയ്യുന്നു? വാതിലിലും അതുപോലെ തന്നെ ജനലിലും കർട്ടൻ തൂക്കാനായിട്ട് എന്താണ്? കർട്ടൻ നെയ്യുന്നത് അമ്മയാണ്. അതും എന്താണ്? ഫ്ലോർ ടു റൂഫ് എന്നാണ്. ഷീ സ്പിൻസ് ദ കർട്ടൻസ്. വാർപ്പ് ആൻഡ് ഊഫ്. വാർപ്പ് ആൻഡ് ഊഫിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു. എന്താണ്? ഇപ്പോൾ ഊടും പാവും, അതായത് കർട്ടന് വേണ്ടിയിട്ട്, കർട്ടൻ തൂക്കാനുള്ള കർട്ടന് വേണ്ടിയിട്ട് ഊടും പാവും നെയ്യുന്നത് അമ്മയാണ്. അതായത് കർട്ടൻ നിർമ്മിക്കുന്നത് അമ്മയാണ്, കർട്ടൻ ഉണ്ടാക്കുന്നത് അമ്മയാണ് എന്നാ പറയുന്നു. ഷീ ഈസ് ദ വൺ, ദ മദർ ഈസ് ദ വൺ ഹൂ ഓപ്പൺസ് ആൻഡ് ക്ലോസസ് ദ കർട്ടൻസ് എന്ന് വേണമെങ്കിൽ എടുക്കാം. ദ മദർ ഈസ് ദ വൺ ഹൂ ഓപ്പൺസ് ആൻഡ് ക്ലോസസ് ദ കർട്ടൻ, അല്ലെങ്കിൽ ക്ലോസസ് ആൻഡ് ഓപ്പൺസ് ദ കർട്ടൻസ്. കർട്ടൻസ് തുറക്കുന്നതും അതുപോലെ. ഷീ സ്പിൻസ് ദ കർട്ടൻസ്. She spins, the mother spins the curtain, the mother weaves the curtains. കർട്ടൻ എന്ത് ചെയ്യുന്നു? നെയ്യുന്നു എന്നാണ് പറയുന്നത്. ദെൻ
അടുത്ത പറയുന്നു ആൻഡ് ഷേക്ക് ദ ഡൗൺ ടു ബി ദെയർ ബെഡ്. ഷേക്ക് കുലുക്കുക, ദ ഡൗൺ. ഡൗൺ വെച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് താഴോട്ടെന്നാണ് അല്ലേ. ദാ കൊടുത്തിരിക്കുന്നത് കൊണ്ട് അത് നൗണായി മാറിയിരിക്കുകയാണ്. അതായത് ഉളൻ ക്ലോത്ത്, ഉളൻ ക്ലോത്ത് എന്നെടുക്കാം. അതിനും വേറെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അപ്പോൾ ഷേക്ക് ദ ഡൗൺ ടു ബി ദെയർ ബെഡ്, അതായത് ചുരുക്കി ഞാൻ പറയാൻ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ കുട്ടികളിങ്ങനെ ഉറങ്ങാനായിട്ട് കിടക്കുമ്പോഴേക്കും അവർക്ക് എന്താണ് വിരിപ്പെല്ലാം നന്നായിട്ട് കുടഞ്ഞെടുത്ത് വിരിച്ചു കൊടുക്കുന്നത് അമ്മയാണ്. അതിൽ വേറൊരു കാര്യം കൂടി അതിൽ ഡൗൺ എന്ന വാക്കിനർത്ഥം എന്താണ്, താഴെ അർത്ഥം എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഡൗൺ അതാ നൗൺ എഴുതിയിട്ടുണ്ട്. എ കവറിങ് ഓഫ് സോഫ്റ്റ് ഫെതേഴ്സ്, എ കവറിങ് ഓഫ് സോഫ്റ്റ് ഫെതേഴ്സ്. അതാണ് ഞാൻ പറഞ്ഞത്, ഉളൻ ക്ലോത്ത് എന്ന് ഞാൻ പറഞ്ഞത്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു പക്ഷിയുടെ കാര്യം തന്നെ നോക്കുക. പക്ഷി ഒരു എന്താണ് മുട്ടയിട്ട് കുഞ്ഞ് വിരിയുമ്പോഴേക്കും തൻ്റെ രോമങ്ങൾ പൊഴിച്ച് ആ കുഞ്ഞിന്, ആ പക്ഷിക്കുഞ്ഞിന് ഉറങ്ങാനായിട്ട് മെത്ത ഒരുക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? മെത്ത ഒരുക്കുന്നുണ്ട്. അതിനെയാണ് ഇവിടെ ഇൻഡയറക്റ്റായിട്ട് കവി സൂചിപ്പിക്കുന്നത്, കവയത്രി സൂചിപ്പിക്കുന്നത്. മനസ്സിലായോ പറഞ്ഞത്? അപ്പോൾ എന്താ പറഞ്ഞത്? പക്ഷി മുട്ടയിട്ട് കുഞ്ഞ് വിരിയുമ്പോഴേക്കും എന്ത് ചെയ്യുന്നു, ആ കുഞ്ഞിന് കംഫർട്ടായ രീതിയിൽ, സൗകര്യപ്രദമായ രീതിയിൽ, കൺവീനൻ്റായ രീതിയിൽ സംരക്ഷിക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് അമ്മ തന്നെ തൻ്റെ ശരീരത്തിലെ ഫെതേഴ്സുകൾ, അതാണ് പറഞ്ഞ ഫെതേഴ്സ് തൂവലുകൾ പൊഴിച്ച് മെത്ത പോലെ രൂപീകരിക്കുന്നു, മെത്ത പോലെ ഉണ്ടാക്കുന്നു. അപ്പോൾ അതേ രീതിയിൽ തന്നെയാണ് ആ ഇതം പറയുന്നത് എന്നുള്ളതാണ്. ദെൻ അടുത്ത പറയുന്നുണ്ട്. അപ്പോൾ ഇതാ പറയുന്നത്. അപ്പം എന്ത് ചെയ്യുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു, മദർ ബേർഡ് ദാറ്റ് ഷെഡ്സ് ഇറ്റ്സ് സോഫ്റ്റ് ഫെതേഴ്സ് ഫോർ ദെയർ ചിൽഡ്രൻ. മദർ ബേർഡ്സ് ദാറ്റ് ഷെഡ്സ്, ഷെഡ് എന്ന് വെച്ചാൽ പൊഴിക്കുന്നു, ഷെഡ് their soft feathers for protecting their little ones. It shows the selfless suffering of motherhood. മാതൃത്വത്തിൻ്റെ നിസ്വാർത്ഥമായ പ്രയാസത്തെക്കുറിച്ചാണ് ഇത് സൂചിപ്പിക്കുന്നതെന്നാണ്. അപ്പോൾ നമുക്ക് എന്താ പറഞ്ഞത്, അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. Mother is the house from floor to roof. She decorates the walls. Then she gets the table ready for dinner. She spins the curtains and shake and make their bed. എന്താണ്? and make their bed. അവരുടെ കിടക്കയും റെഡിയാക്കുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് ലാസ്റ്റ് സ്റ്റാൻസ, only 4 lines. Then I am their wall. I am their wall against all dangers. I am their wall against all dangers. എല്ലാ അപായങ്ങൾക്കും എതിരായി നിൽക്കുന്ന ചുവരാണ് ഞാൻ. എല്ലാ അപായങ്ങൾക്കും എതിരായി നിൽക്കുന്ന ചുവരാണ് ഞാൻ എന്നാണ് പറയുന്നത്. I am their wall against all dangers. I am their wall against all dangers. അതായത് she is the wall that protects the children from, അല്ലെങ്കിൽ children against all kinds of dangers. കുട്ടികളെ എല്ലാ തരത്തിലുമുള്ള അപായങ്ങളിൽ നിന്നും രക്ഷിക്കുന്ന ചുവരാണ് അമ്മ. അവിടെ അലങ്കാരങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ല, അത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറയുന്നതാണ്. എന്താ പറയുന്നത്? I am, then the mother is the wall that protects the children against all kinds of dangers. എല്ലാ തരത്തിലുമുള്ള അപായങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നത് അമ്മയാണ്. ഇല്ലേ? ശരിയല്ലേ? ശരിയാണ്. കാരണം തൻ്റെ കുട്ടി, അതാണ് നമ്മൾ പറയുന്നത്, കാക്ക എന്താണ്, കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറയുന്ന മലയാളത്തിൽ ഒരു പ്രയോഗമുണ്ട്, ഇല്ലേ? ഉണ്ടല്ലോ. അതുപോലെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നു, അപ്പോൾ തൻ്റെ കുട്ടി എന്ത് തരത്തിലുള്ള തെറ്റ് കാണിച്ചാലും, ഒരു പക്ഷേ വീട്ടിനകത്ത് കുട്ടിയെ കുറ്റം പറയുമായിരിക്കാം, പക്ഷേ കുട്ടിയെ സംരക്ഷിക്കാനായിട്ട്, കുട്ടികളെ സംരക്ഷിക്കുവാനായിട്ട് അമ്മ എപ്പോഴും പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു. അതാ പറയുന്നത്. The mother is the wall that protects her children from or against all kinds of dangers.
എല്ലാ തരത്തിലുമുള്ള പ്രയാസങ്ങളിൽ നിന്നും, ഡേഞ്ചറിൽ നിന്നും, പ്രയാസം മീൻസ് അപായങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നത് മാതാവാണ്. Their door, അത് നോക്കാം, their door against wind and snow, the wind and snow, wind and snow നല്ല പ്രയോഗമാണ്. മഞ്ഞിൽ നിന്നും കാറ്റിൽ നിന്നും കുട്ടികളെ, അവരുടെ പ്രയോഗം കൂടിയാണ്. മഞ്ഞിൽ നിന്നും കുട്ടികളിൽ നിന്നും മഞ്ഞിൽ നിന്നും അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ആ കാറ്റിൽ നിന്നും, തണുത്ത കാറ്റിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്ന മാതാവാണ്. വാട്ട് ഡസ് ദ എക്സ്പ്രഷൻ വിൻഡ് ആൻഡ് സ്നോ ഹിയർ മീൻ? ട്രബിൾസ് ആൻഡ് ട്രിബുലേഷൻസ് ഓഫ് ലൈഫ്, ജീവിതത്തിലെ യാതനകളും പ്രയാസങ്ങളുമാണ്. താഴെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് ഈസ് ദ സിംബോളിക് സിഗ്നിഫിക്കൻസ് ഓഫ് വിൻഡ് ആൻഡ് സ്നോ? ഞാൻ പറഞ്ഞ ഒറ്റവാക്യം പറഞ്ഞതാണ്. എന്താണ്? ട്രബിൾസ് ആൻഡ് ട്രിബുലേഷൻസ്, യാതനകളും പ്രയാസങ്ങളും ഓഫ് ലൈഫ്, ജീവിതത്തിലെ യാതനകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്ന അമ്മയാണ് എന്നാ പറയാൻ. ഷീ പ്രിവെൻസ് ഡേഞ്ചറസ്, the mother prevents dangerous wind and snow, winds and snow from harming her children. കുട്ടികളെ ദോഷം വരുത്തുന്ന എല്ലാ തരത്തിലുള്ള കാറ്റുകളിൽ നിന്നും, മനസ്സിലായി കാണും, കാറ്റ്, മഞ്ഞിൽ നിന്നും കുട്ടികളെ, മഞ്ഞെന്നാണ് ഞാൻ പറഞ്ഞു. ഐ ഹാവ് earlier told you about that. എന്താണ്? വാട്ട് ഡസ് ദ എക്സ്പ്രഷൻ വിൻഡ് ആൻഡ് സ്നോ ഹിയർ മീൻ? ദെൻ ട്രബിൾസ് ആൻഡ് ട്രിബുലേഷൻസ് ഓഫ് ലൈഫ്, ട്രബിൾസ് ആൻഡ് ട്രിബുലേഷൻസ് ഓഫ് ഓൺസ് ലൈഫ്, ഒരുത്തൻ്റെ ജീവിതത്തിലെ, ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന യാതനകളും പ്രയാസങ്ങളുമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ മദർ ഈസ് ദ വാൾ that protects her children against all kinds of dangers. Then she എന്നാ പറയുന്നേ, അപ്പോൾ she prevents dangerous winds and snow. She prevents dangerous winds and snow from harming her children, എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളും രക്ഷിക്കുന്നത്. അടുത്ത ലൈൻ ഏറ്റവും പ്രധാനമാണ്. Thou whom a woman laid in a manger, മാനേജർ എന്നിട്ട് വായിക്കരുത്, മാൻജർ. ടേക്ക് മീ നോട്ട് ടിൽ ദ ചിൽഡ്രൻ ഗ്രോ, വളരെ പ്രധാനമാണ് ഇത്. ഒരു മിത്തുമായി, അതായത് ആരുടെ, ജീസസ് ക്രൈസ്റ്റിൻ്റെ ജന്മവുമായി. ദൗ മീൻസ് ഓൾഡ് ഇംഗ്ലീഷാണ്, യു എന്നാണ്. ഹൂം എ വുമൺ ലേഡ് ഇൻ ദ മാൻകർ. ദ ലാസ്റ്റ് 2 ലൈൻസ് എന്ന് വെച്ചാൽ പ്രെയർ ആണ്. ഇറ്റ് ഈസ് എ പ്രെയർ ദാറ്റ് എ വുമൺ മേക്സ് ടു ജീസസ് ക്രൈസ്റ്റ്. ജീസസ് ക്രൈസ്റ്റിനെ കുറിച്ച് ജീസസ് ക്രൈസ്റ്റ് നീഡ്സ് നോ ഇൻട്രഡക്ഷൻ, ഒരു ഇൻട്രഡക്ഷൻ്റെ ആവശ്യമില്ല. ഹീ ഈസ് നോൺ ആസ് ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്, ലോകത്തിൻ്റെ പ്രകാശം എന്നാണ് അദ്ദേഹത്തെ അറിയുക. ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന് പറഞ്ഞ ആരാണ്? അത് നമ്മുടെ ആരാണ്? ഗൗതമ ബുദ്ധനാണ്. അപ്പോൾ ഇവിടെ പറയും എന്താണ്? ലോകത്തിൻ്റെ പ്രകാശം എന്നറിയും. എന്താണ്? നമുക്കറിയാമല്ലോ, യേശു ക്രിസ്തു ജനിച്ചത് പുൽക്കൂട്ടിലാണ്. അതാ പറയാം. മാൻജർ മീൻസ് പുൽക്കൂട്, ട്രഫെന്ന പുൽക്കൂടെന്നാണ്, പുൽക്കൂട്ടിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഐ ഹാവ് ഓൾറെഡി ടോൾഡ് യു. ദെൻ 2 ലൈൻസ്, ലാസ്റ്റ് 2 ലൈൻസ് ആർ പ്രേയേഴ്സ് ആണ്, ഒരു പ്രാർത്ഥനയായിട്ടാണ് പറയുന്നത്. ഇറ്റ് ഈസ് എ പ്രെയർ, എന്താണ്? ദാറ്റ് എ വുമൺ മേക്സ് ടു ജീസസ് ക്രൈസ്റ്റ്. ജീസസ് ഈസ് ദ പേഴ്സൺ whom a woman laid or delivered in the man. അതായത് ജീസസ് ഈസ് എ പേഴ്സൺ, ഈസ് ദ പേഴ്സൺ whom a woman ആരാ? വെർജിൻ മേരി അറിയാമല്ലോ, കന്യാമറിയം എന്നാണ്, പുൽത്തൂട്ടിൽ പ്രസവിച്ച ആ കന്യാമറിയം. ഒരു പ്രത്യേക ഘട്ടത്തിൽ നിങ്ങൾക്ക് കഥ പറയേണ്ട കാര്യമില്ല, പുൽത്തോട്ടിൽ പ്രസവിച്ച ആ യേശു ക്രിസ്തുവിനോട് ഈ നമ്മുടെ മാതാവ് പ്രാർത്ഥിക്കുകയാണ്. എന്താ പ്രാർത്ഥിക്കുന്നത്? അതായത് ദൗ ഹൂം എ വുമൺ, ഇവിടെ എ വുമൺ എന്ന് പറഞ്ഞാൽ ആരാണ്? വെർജിൻ മേരി, കന്യാമറിയം. ലെയ്ഡ് മീൻസ് ഡെലിവേർഡ്, പ്രസവിച്ചു, ഇട്ടു നടത്തും. ഇൻ എ മാൻകർ, അതായത് എന്താ പറയുന്നു? അപ്പോൾ ഇവിടെ പറയുകയാണ്, എന്ത് ചെയ്യുന്നു? ജീസസ് ക്രൈസ്റ്റ് നടത്തും. എന്താണ്? ദൗ മീൻസ് ടി വലിച്ചിരിക്കുന്ന കാരണം എന്താണ്? യേശു ക്രിസ്തു സൂചിപ്പിക്കുന്നതാണ്. ഹൂം എ വുമൺ ലേഡ് ഇൻ ദ മാൻകർ ടേക്ക് മീ, അതായത് പുൽത്തൊട്ടിലിട്ട ഒരു മേരി പ്രസവിച്ച ആ യേശു ക്രിസ്തുവിനോട് നമ്മുടെ അമ്മ മാതാവ് പ്രാർത്ഥിക്കുന്നതാണ്. ടേക്ക് മീ നോട്ട്, തന്നെ കൊണ്ടുപോകരുത്, എടുത്തോണ്ട് പോകരുത്. ടിൽ മീൻസ് വരെ, ദ ചിൽഡ്രൻ ഗ്രോ, കുട്ടികൾ വളരുന്നത് വരെ എന്നെ ഈ ഭൂമിയിൽ നിന്നും കൊണ്ടുപോകുക. അപ്പോൾ മരണത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്, ഇല്ലേ? ലോർഡ് ജീസസ്, ദൗ മീൻസ് ലോർഡ് ജീസസ് whom Mary delivered in the manger. മാൻജർ മീൻസ് പുൽത്തൊട്ടിൽ എന്താണ്? പ്രസവിച്ച യേശു ക്രിസ്തുവിനോട് യാചിക്കുന്നു.
നോട്ട് ടു ടേക്ക് ഹെർ എവേ, തന്നെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകരുത്. നോട്ട് ടു ടേക്ക് ഹെർ എവേ, തന്നെ ഒരിക്കലും കൊണ്ടുപോകരുത് എന്നാണ്. അതായത് എന്താ പറയുന്നത്, നോട്ട് ടു ടേക്ക് ഹെർ ലൈഫ്, നോട്ട് ടു ടേക്ക് ഹെർ ലൈഫ്, തൻ്റെ ജീവിതം എടുക്കരുത്. ടിൽ ഓർ അണ്ടിൽ എന്താ പറയുന്നു, ഹെർ ചിൽഡ്രൻ ഹാവ് ഗ്രോൺ, ചിൽഡ്രൻ തൻ്റെ കുട്ടികൾ വളർന്ന് വലുതാകുന്നത് വരെ എന്താണ്, തന്നെ ഒരിക്കലും തന്നെ ഈ ഭാഗത്ത് നിന്നും കൊണ്ടുപോകരുത് എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. ഷീ നോസ് വെരി വെൽ, ദ മദർ നോസ് വെരി വെൽ, വിത്തൗട്ട് ഹെർ ദ ചിൽഡ്രൻ will not be able to live, the children will not be able to live and thrive in the world, in the whole world. ഈ ലോകത്തിൽ താനില്ല എങ്കിൽ തൻ്റെ കുട്ടികൾ നന്നായി വളരില്ല എന്ന് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാമെന്നാണ്. ഷീ നോസ് വെരി വെൽ ദാറ്റ് വിത്തൗട്ട് ഹെർ ഹെർ ചിൽഡ്രൻ വിൽ നോട്ട് ബി ലിവ് പ്രോപ്പർലി എന്ന, തൻ്റെ കുട്ടികൾ നന്നായിട്ട് വളരില്ല എന്നും നന്നായിട്ട് അറിയാം. അപ്പോൾ ഇവിടെ ഈ കവിത തീരുകയാണ്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. ദ ടൈം ഈസ് ഓവർ, സോ ഐ ഷാൽ കൺക്ലൂഡ് മൈ ക്ലാസ്. വി ഷാൽ മീറ്റ് അഗൈൻ. ഓക്കെ, താങ്ക് യു വെരി മച്ച്.